2019 ഞാൻ ഈ ആനന്ദദിനങ്ങൾ എന്നുള്ള സോങ് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിന് മുരളീധരനാണ് അതിൻ്റെ ലിറിക്സ് വീഡിയോ ചെയ്തു തന്നത്, അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അപ്പോൾ അതായത് കുറേ ആളുകളുടെ നിർബന്ധപ്രകാരമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അത് ചെയ്ത് വീഡിയോ എന്ന് കഴിഞ്ഞപ്പോൾ അധികം ആളുകളൊന്നും ഇപ്പോഴും കണ്ടിട്ടില്ല ആ വീഡിയോ. ഇപ്പോൾ ഏതാണ്ട് 7,000 ഏകദേശം അത്ര ആളുകളെ അത് 5-6 വർഷമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോ ഒരു ദിവസം ലിജിൻ കാണാനിടയായിരുന്നു, സംവിധായകൻ ലിജിൻ ഹെറിൻ്റെ സംവിധാനം. അപ്പോൾ ലിജിൻ എന്നെ അന്വേഷിച്ച് ഈ ഒരു ദിവസം കോൾ വന്നു, വിളിച്ച് ഞാനിങ്ങനെ ഡയറക്ടറാണ്, നമുക്കൊന്ന് മീറ്റ് ചെയ്യണമെന്ന്. മീറ്റ് ചെയ്തപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് ഈ സോങ് എനിക്കിഷ്ടമായി, ഈ സോങ് എനിക്ക് വേണം, പക്ഷേ ഞാനിപ്പോൾ സിനിമ ആലോചിച്ചിട്ടില്ല, സിനിമ എപ്പോഴെന്ന് വെച്ചാൽ ആലോചിക്കുമ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതൊരു വല്ലാത്തൊരു ചൂടായിരുന്നു. അപ്പോൾ നമുക്കൊരാളെ അംഗീകാരം കിട്ടുന്നത് അതിലൂടെ. അപ്പോൾ എനിക്കത് തോന്നി, അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനൊരു എന്തൊക്കെയോ ഉണ്ട്. പച്ചയ്ക്കു കത്തിച്ച പച്ചിലക്കാടിന്റെ ഓർമ്മകൾ പുകയുന്ന താഴ്വര തട്ടിലേക്ക് നീ പതിച്ചു. നമുക്കിവിടെ ഒരു മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞതില്ല. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് ലിറിക്സ് ഇങ്ങനെ കയറി വരാൻ തുടങ്ങി ഉള്ളിലേക്ക്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്കും അതുപോലെ പാട്ടുകൾ ചെയ്തുകൂടാ. അതൊരു ഭയങ്കര വല്ലാത്ത ദുരാഗ്രഹമാണ്, പക്ഷെ എന്നാലും നമ്മളത് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഒരു ജോഷ് ട്രീ എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട് എനിക്ക്. അത് മലയാളം റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിലാണ് സോങ്സ് എല്ലാം ചെയ്യുന്നത്. ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വേറെ ആരും ഇല്ല ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ഞാൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സന്ദർഭം നമ്മുടെ കൂടെയുള്ളത് ജോഷി പടുമാടൻ. ഇപ്പോൾ അടുത്ത് ഇറങ്ങിയ ഹെർ എന്ന് പറഞ്ഞ സിനിമയിൽ ആനന്ദത്തിൻ ദിനങ്ങൾ എന്നുള്ള സോങ് വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. അതിനു മുമ്പേ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ജോഷി, വെൽക്കം. താങ്ക് യു. എനിക്ക് തോന്നുന്നു അതിലത്തെ രണ്ടുപേര് പാടിക്കൊണ്ട് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും, അത് കുഴപ്പമില്ല. ആനന്ദത്തിൻ ദിനങ്ങൾ കഴിഞ്ഞു, ആഹ്ലാദത്തിൻ രവങ്ങൾ കൊഴിഞ്ഞു. ആനന്ദത്തിൻ ദിനങ്ങൾ കഴിഞ്ഞു, ആഹ്ലാദത്തിൻ രവങ്ങൾ കൊഴിഞ്ഞു. 1000 ആശകൾ കൊണ്ടു നീ കെട്ടിയുയർത്തിയ ആകാശക്കോട്ടകൾ തകർന്നു തകർന്നു. അതിലാലോലം പാടിയുറക്കിയ സ്വപ്നത്തിൻ നക്ഷത്ര കുഞ്ഞുങ്ങൾ മരിച്ചു. ഇൻട്രസ്റ്റിംഗ്ലി ഈ സോങ് ഉണ്ടാക്കുന്ന സമയത്ത് യു റോട്ട് ദ ലിറിക്സ് ഓൾസോ, റൈറ്റ്? ലിറിക്സ് ആൻഡ് മ്യൂസിക്. അതിന് വേറൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഹെറിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ളൊരു ഇതിലാണ്. എന്തായിരുന്നു അന്ന് മനസ്സിൽ വന്നിരുന്ന ലൈൻസ് എഴുതുമ്പോൾ മനസ്സിൽ വന്നിരുന്നത് എന്തായിരുന്നു? ആക്ച്വലി ഇറ്റ് വാസ് 10 years ബാക്ക്. ഒരു 10 വർഷം മുമ്പാണ് ഞാൻ എൻ്റെ ലിറിക്സ് എഴുതുന്നത്. എന്നിട്ട് പിന്നെ അതൊരു പാട്ടാക്കണം എന്ന് തോന്നുന്നത് ഒരു 7 വർഷം മുമ്പാണ്. അതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്തത്. ശരി. അതിനുശേഷം പിന്നീട് ഒരു 3 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ലിറിക്സ് വീഡിയോ ഇടുന്നത്. ആ ലിറിക്സ് വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടാണ് ലിജിൻ എന്നെ വിളിക്കുന്നത്, ഈ സോങ് ആവശ്യപ്പെടുന്നത്. 1000 ആശകൾ കൊണ്ടു നീ കെട്ടിയുയർത്തിയ ആകാശക്കോട്ടകൾ തകർന്നു. അതിലാലോലം പാടിയുറക്കിയ സ്വപ്നത്തിൻ നക്ഷത്ര കുഞ്ഞുങ്ങൾ മരിച്ചു. അന്ന് തുടങ്ങി
വളരെ കുറച്ച് ആൾക്കാർ ഇത് വളരെ സീരിയസ് ആയിട്ട് ഈ പാട്ടിനെ കണ്ടിട്ടുണ്ട്, വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അവർ തന്നെ ഇത് അവരുടെ ഒരു എന്താണ് അവർക്ക് അതിൽ നിന്ന് കിട്ടിയത് എന്നുള്ളത് എന്നെ വിളിച്ച് ഫോണിലൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോ ആളുകളും ഓരോ രീതിയിലാണ് അതിനെക്കുറിച്ച് ഏകദേശമൊക്കെ സംസാരിച്ചത്, ഇൻ്റർപ്രറ്റ് ചെയ്തത്. അത് ശരിക്കും അത് തന്നെയാണ്, നമ്മളിത് ഒരു എയറിൽ വിട്ടാലും മീഡിയയിൽ വിട്ടാലും പിന്നെ മറ്റുള്ളവർക്കാണ് അതിൻ്റെ ഒരു ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് എന്തായാലും വളരെ ഹൈലി പൊളിറ്റിക്കലായ ഒരു സമയത്താണിത് ഞാൻ എഴുതുന്നത്. വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണ് അത് മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ഒരു ഇത് പറയാം, ശരിക്കും അതൊരു നമ്മൾ ഈ കുറച്ച് ആലപ്പുഴ ആ ഭാഗത്തൊക്കെ കണ്ണോക്ക് പാട്ടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മരിച്ചു കഴിയുമ്പോൾ ആളുകൾ വന്നിട്ട് പദം പറഞ്ഞിങ്ങനെ കരയുന്നൊരു സാധനമുണ്ട്. ആക്ച്വലി ഇത് അതാണ് ഒരു മരിപ്പിന് ശേഷമുള്ളൊരു സങ്കടം പറഞ്ഞുള്ളൊരു കരച്ചിലാണ്. അത് ഞാൻ അന്ന് എഴുതി വരുമ്പോൾ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ മ്യൂസിക് നമ്മൾ ആ രീതിയിൽ അങ്ങനെ സങ്കടകരമായൊരു മ്യൂസിക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചില്ല. പകരം അതൊരു വേറെ എനിക്കിഷ്ടമുള്ള ജോണറാണ് ബ്ലൂസ്. അപ്പം അതിൻ്റെ ഒരു ചോട് പിടിച്ച് അന്നങ്ങനെ ചെയ്തു. അല്ല, ഈ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്ന് സൂചിപ്പിച്ചു. രാഷ്ട്രീയ പശ്ചാത്തലം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അന്ന് ഒരു ഇന്ത്യയിൽ മൊത്തം ഒരു രാഷ്ട്രീയ ഒരു ഭരണകൂട ചേഞ്ച് വന്നായിരുന്നു. അപ്പോൾ അതിനോടുള്ള ആശങ്കകളാണ് ആക്ച്വലി. പിന്നെ അതിനോടുള്ള ആശങ്ക മാത്രമല്ല, അതിനേക്കാൾ ഉപരി ആ സമയത്ത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ നിസ്സംഗനായി പോയി, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പണിയെടുത്തില്ല, ഞാൻ എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല, ഞാൻ ഇതൊക്കെ നോക്കി നിന്നു എന്നുള്ളൊരു കുറ്റബോധവും കൂടി ഉണ്ട് അതിൽ. അങ്ങനെ രണ്ട് സാധനം വിചാരിച്ചിട്ടാണ് അങ്ങനെ അത് എഴുതിയത്. വേറെ പാട്ടുകളെ കുറിച്ച് ചോദിക്കാനുണ്ട്, പക്ഷേ ഈ രാഷ്ട്രീയ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു മ്യൂസിക് എൻജോയ് ചെയ്ത് പല രീതിയിൽ ആളുകൾക്ക് അതിനെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഒരു പേഴ്സണൽ ഇതിൽ സ്വകാര്യതയിൽ പാടുന്ന ആളുകളുണ്ട്. പക്ഷേ വൈ ഡിഡ് യു ചൂസ് ലൈക്ക് മ്യൂസിക്കിനൊരു വെപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ ഇൻ ദ സെൻസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ കമ്മ്യൂണിക്കേറ്റീവ് മീഡിയം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് നല്ലൊരു ചോദ്യമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി മ്യൂസിക് പഠിച്ചിരിക്കുന്നത് എല്ലാവരെയും പോലെ കർണാട്ടിക്, കുറച്ച് ഹിന്ദുസ്ഥാനി ഒക്കെയാണ് പഠിച്ചതെങ്കിലും ഞാൻ ചെറുപ്പത്തിലെ വെസ്റ്റേൺ മ്യൂസിക്കിലോട്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ നമ്മളൊരു കുട്ടി ബാൻഡൊക്കെ ഉണ്ടാക്കുമല്ലോ ആ സമയത്ത് ആൾക്കാരൊക്കെ ചേർന്ന്. അങ്ങനെ അപ്പോൾ അതിൽ അവരുടെ ലിറിക്സിൻ്റെ പ്രത്യേകതയാണ് നമ്മൾക്ക് ഒരു വല്ലാത്ത. കാരണം നമ്മൾ ഇവിടെ സിനിമ കാണുന്നു, സിനിമയിലെ സന്ദർഭത്തിനനുസരിച്ച് ഒരു പാട്ട് ഉണ്ടാക്കുന്നു, അതിനനുസരിച്ചുള്ള വരികൾ എഴുതുന്നു, ആ കഥാസന്ദർഭത്തിനനുസരിച്ചുള്ള പാട്ടും വരികളും അങ്ങനെ പോകുന്നു. പക്ഷേ ഞാൻ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഒരാൾ അയാളുടെ സ്വന്തം നാട്ടിൽ നിന്നിട്ട് അയാളുടെ നാട്ടിലുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ എല്ലാ പാട്ടുകളും വരുന്നത്. അതിൽ അവരുടെ രാഷ്ട്രീയം വരുന്നുണ്ട്, അവരുടെ സ്വകാര്യതകൾ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ ജെന്യുവനായിട്ട് എനിക്ക് തോന്നി. ബോബ് ഡീലനൊക്കെയാണ് എനിക്ക് കൂടുതൽ ലിറിക്സിൽ വളരെയധികം എനിക്ക് ഇങ്ങനെ അസൂയയോടെ നമ്മൾ നോക്കണ ആൾ. അപ്പോൾ അവരൊക്കെ എഴുതുമ്പോൾ അവരൊക്കെ പറയുന്നത് കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ചെയ്യണത് അവരുടെ ഭാഷയിൽ അവരുടെ ആളുകളോട് സംസാരിക്കുന്നത്. നമ്മളിത് എങ്ങനെയോ പിടിച്ചിട്ട് നമ്മൾ ഈ നാട്ടിൽ അത് കേൾക്കുന്നു. ആദ്യം നമുക്ക് ഇതിൻ്റെ സിറ്റുവേഷൻ അതിൻ്റെ ഇതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ കുറേ കഴിയുമ്പോൾ നമ്മളത് മനസ്സിലാക്കണേണ് എന്താണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു പൊളിറ്റിക്സ് നമുക്ക് അതിലൂടെ മനസ്സിലാവും. അവിടുത്തെ ഒരു ജീവിത രീതിയും പൊളിറ്റിക്സും എന്തിനും അവിടുത്തെ കാലാവസ്ഥ വരെ നമുക്ക് മനസ്സിലാവും ഇവരുടെ പാട്ടിൽ നിന്ന്. സ്കോൾ വിൻ്റർ നൈറ്റ് എന്നൊക്കെ പറഞ്ഞവർ ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഇതൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഞാനിതിനെ ഈ രംഗത്തേക്ക് വരാനായിട്ട് ഒരു ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാര്യം. അപ്പോൾ ഞാനാലോചിച്ചു നമ്മളെന്തുകൊണ്ട് സ്വന്തമായിട്ട് മലയാളത്തിൽ ഇതുപോലെ പാട്ടുകൾ ചെയ്തുകൂടാ എന്നുള്ളൊരു ആലോചന വന്നു. ഹോട്ടലിലൊക്കെ കുറേ നാളുകൾ ഇങ്ങനെ സോളോ ഗിറ്റാറിസ്റ്റായിട്ടൊക്കെ ഞാൻ പോയിരുന്നു. അപ്പോൾ ഈ പാടുന്ന മുഴുവൻ കൺട്രി മ്യൂസിക്കും ഇങ്ങനത്തെ സോങ്സൊക്കെയാണ്, സ്ലോ സോങ്സൊക്കെയാണ്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് ലിറിക്സ് ഇങ്ങനെ കയറി വരാൻ തുടങ്ങി ഉള്ളിലേക്ക്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്കും അതുപോലെ പാട്ടുകൾ ചെയ്തുകൂടാ. അതൊരു ഭയങ്കര വല്ലാത്ത ദുരാഗ്രഹമാണ്, പക്ഷെ എന്നാലും നമ്മളത് ചെയ്തു എന്നുള്ളതാണ്. മ്യൂസിക്കിൻ്റെ ഒരു തലം എപ്പോഴും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ലിറ്ററേച്ചർ ഉണ്ട്, യു ആർ ഇൻവോൾവ് ഇൻ ഓൾ ദീസ്, ലൈക്ക് മൂവീസ് ഉണ്ട്. ശരിക്കും എന്തിലേക്കാണ് കൂടെ? ഓഫ് കോഴ്സ് മ്യൂസിക് ഉണ്ട്, പക്ഷേ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവുമല്ലോ, അതെന്തായിരുന്നു?
സ്റ്റാർട്ടിങ് പോയിന്റ് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട്, ഞാൻ ഹോട്ടൽസിൽ ഞാൻ പാടാൻ പോകുമ്പോൾ ഇങ്ങനെ എനിക്കൊരു ചിന്ത വന്നു തുടങ്ങി. ഇങ്ങനെ നമ്മൾക്ക് ഒരു സ്വന്തമായിട്ടൊരു ആളുകളോട് നേരിട്ട് സംവേദിക്കണ ഒരു മീഡിയം പോലെ മ്യൂസിക് ഉപയോഗിക്കണം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എൻ്റർടൈൻമെൻറ്റും കൂടി വേണം അതിൽ. അപ്പോൾ അതിന് എൻ്റർടൈൻമെൻറ്റ് വേണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതിന് മ്യൂസിക്കിൻ്റെ സ്വഭാവം മാറ്റിയാൽ മതി. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഷാർപ്പായിരിക്കണം എന്നുള്ള ഇതാണ്. അതിൽ കോംപ്രമൈസ് വേണ്ട എന്നൊക്കെ വിചാരിച്ചത് തന്നെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ കുറച്ച് സോങ്സ് ഞാൻ എഴുതി ചെയ്തു. അത് ആദ്യം ഞാനപ്പോൾ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ബാൻഡിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ അവർക്കിത് കൺവിൻസ് ആയില്ല. അവർ ചോദിക്കണം നമ്മളെന്തിനാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട മ്യൂസിക് ഉണ്ടാക്കണം, ഒരാളും കേൾക്കാനുണ്ടാവില്ല. കാരണം നമുക്കിവിടെ ആക്ച്വലി ഇനി പറയാൻ പോകണ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിവിടെ ഒരു മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞതില്ല. ബേസിക്കലി അതാണ് നമ്മുടെ പ്രശ്നം. മ്യൂസിക്കിനെ പ്രൊമോട്ട് ചെയ്യണ ഒരു ഇൻഡസ്ട്രി അല്ല, അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. ആകെ ഉള്ളത് മൂവീസിനെ ബാക്കപ്പ് ചെയ്യണം. മൂവീസിനെ ബാക്കപ്പ് ചെയ്യുന്നു, അതിൻ്റെ മ്യൂസിക്കിനെ ബാക്കപ്പ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരു സോങ് സിനിമയിൽ പാടിയിട്ടുണ്ടെങ്കിൽ അവന് നാളെ ഒരു ഗാനമേളയിൽ പോയി അവനൊരു പേരുണ്ട്, മൂവി സ്റ്റാർ അല്ലെങ്കിൽ സിനി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അല്ലാതെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞതിന് ഒരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും സാധാരണക്കാരായിരുന്നു. എന്നെപ്പോലെ തന്നെ ഞങ്ങളുടെ ബാൻഡിലുള്ളവരും എല്ലാവരും ഡെയിലി വേജസുകാരും മന്ത്ലി സാലറിക്കാരും വെൽത്തി ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ എക്കണോമിക്കലി ചിന്തിച്ചപ്പോൾ ഇതിന് സാധ്യതയില്ല എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ, ഞാനപ്പോൾ എന്നാലും നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം കയറിപ്പോയി. അങ്ങനെ കുറച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഇത് ഈ സോളോ ആയിട്ട് ഗിറ്റാറിൽ വെറുതെ ഇത് ഞാൻ മ്യൂസിക് ചെയ്യണത് കമ്പോസ് ചെയ്യണത് ഗിറ്റാറിൽ തന്നെയാണ്. പഴയ സ്റ്റൈലൊന്നും മറ്റേതൊന്നും നമുക്കറിയില്ല, ഹാർമോണിയൊന്നും നമ്മളെടുത്തില്ല, പഴയ സ്റ്റൈലില്ല നമ്മളൊരു അപ്പോൾ അങ്ങനെ ചെയ്ത് ഞാൻ കൂട്ടുകാരുടെ ഇടയിൽ പാടുമായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കുറേ ആൾക്കാരൊക്കെ ബിജുവടക്കം എല്ലാവരും കവികളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ എനിക്ക് പ്രൈം ഫോം എന്നുള്ള നിലക്ക് ഒരു പോയട്രിയോടാണ് എനിക്ക് കൂടുതൽ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഞാനിങ്ങനെ പുറകെ നടക്കും, കവികളുടെ അവരൊക്കെ ആയിട്ട് ചങ്ങാത്തം ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ കൂട്ടത്തിൽ പാടിയപ്പോഴാണ്, ഇപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോഴാണ് അവർ പറഞ്ഞു ഇത് നന്നായിട്ടുണ്ട്, കൊള്ളാം. അങ്ങനെ കുറച്ച് ആൾക്കാർ നിർബന്ധിച്ച് ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ റെക്കോർഡിങ്ങിലേക്ക് അതങ്ങനെ പറയാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ 3 വർഷത്തോളം പിന്നെ എടുത്തിട്ടാണ് മടിച്ച് ഞാൻ പരമാവധി ഒരു കാര്യം ഏറ്റവും ലേസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഗവേഷണം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ 3 വർഷം കൊണ്ടാണ് അത് ചെയ്തത്. പിന്നെ അത് ഒരു ലിറിക്സ് വീഡിയോ ആക്കാൻ ഇതുപോലെ വേറെ കുറേ ആൾക്കാർ നിർബന്ധിക്കേണ്ടി വന്നു. അങ്ങനെ അവർ നിർബന്ധിച്ച് അങ്ങനെ ലിറിക്സ് വീഡിയോ ചെയ്തു. അതിലാലോലം പാടിയുറക്കിയ സ്വപ്നത്തിൻ നക്ഷത്ര കുഞ്ഞുങ്ങൾ. ഈ ജോഷ് ട്രീ എന്നുള്ളത് അതാണ് ബ്രാൻഡ്. അതെ. അപ്പോൾ ഞാൻ ഈ ഇത്തരത്തിലിങ്ങനെ എനിക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എപ്പോഴും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും കടന്ന് നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു. ഇത് കേൾക്കാൻ ആരുമില്ല എങ്കിലും ഇങ്ങനെ നമ്മൾ 3-4 പാട്ടുകൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ സ്വന്തമായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സ്വരുക്കൂട്ടി റെക്കോർഡിങ്ങിനുള്ള പൈസ കൊടുത്ത് അങ്ങനെ നമ്മൾ സമയം കിട്ടും. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും എല്ലാം ലൈവ് ആയിരിക്കണം. ബാക്കി കമ്പ്യൂട്ടറിലെ മ്യൂസിക് വേണ്ട എന്നുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ തന്നെ അതിൽ സജസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്ത് പോകണമായിരുന്നു. പിന്നെ നമ്മൾ റിസൾട്ടിനെ കുറിച്ച് വലിയ ബോധവാനൊന്നും ആയിരുന്നില്ല, അത് വരുമ്പോഴും വരും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം 2019 ഞാൻ ഈ ആനന്ദദിനങ്ങൾ എന്നുള്ള സോങ് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിന് മുരളീധരനാണ് അതിൻ്റെ ലിറിക്സ് വീഡിയോ ചെയ്തു തന്നത്, അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അപ്പോൾ അതായത് കുറേ ആളുകളുടെ നിർബന്ധപ്രകാരമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അത് ചെയ്ത് വീഡിയോ എന്ന് കഴിഞ്ഞപ്പോൾ അധികം ആളുകളൊന്നും ഇപ്പോഴും കണ്ടിട്ടില്ല ആ വീഡിയോ. ഇപ്പോൾ ഏതാണ്ട് 7,000 ഏകദേശം അത്ര ആളുകളെ അത് 5-6 വർഷമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോ ഒരു ദിവസം ലിജിൻ കാണാനിടയായിരുന്നു, സംവിധായകൻ ലിജിൻ ഹെറിൻ്റെ സംവിധാനം. അപ്പോൾ ലിജിൻ എന്നെ അന്വേഷിച്ച് ഈ ഒരു ദിവസം കോൾ വന്നു, വിളിച്ച് ഞാനിങ്ങനെ ഡയറക്ടറാണ്, നമുക്കൊന്ന് മീറ്റ് ചെയ്യണമെന്ന്. മീറ്റ് ചെയ്തപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് ഈ സോങ് എനിക്കിഷ്ടമായി, ഈ സോങ് എനിക്ക് വേണം, പക്ഷേ ഞാനിപ്പോൾ സിനിമ ആലോചിച്ചിട്ടില്ല, സിനിമ എപ്പോഴെന്ന് വെച്ചാൽ ആലോചിക്കുമ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതൊരു വല്ലാത്തൊരു ചൂടായിരുന്നു. ആദ്യത്തെ ഒരു
ഇത് കിട്ടണതാണ്. അപ്പോൾ നമുക്കൊരാളെ അംഗീകാരം കിട്ടുന്നത് അതിലൂടെ. അപ്പോൾ എനിക്കത് തോന്നി. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതിനൊരു എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷനാണ്, ഇത് ചെയ്യുന്നത് വിജയിക്കുകയോ ഇല്ല എന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് പാട്ടുകളും കൂടിയൊക്കെ ചെയ്യാനുള്ളൊരു ആവേശം വന്നു. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. വെരി ഗുഡ്. അത് ലിജിൻ ഒരുപക്ഷെ ആ സെഗ്മെന്റിലേക്കുള്ള കുറേ സംഭവങ്ങളും ഇൻസ്റ്റൻസസും ഇതിന് സ്പാർക്ക് ഉണ്ടായെന്ന് തോന്നുന്നു, ഈ സോങ്ങിൽ നിന്ന് സ്പാർക്ക് ഉണ്ടായിട്ട്. അത് ലിജിൻ എന്നോട് പറഞ്ഞത് അത് അവർ അതിന് പ്രളയം വന്നു, അതിനിടയിൽ കൊറോണ വന്നു, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ലിജിൻ ഒരു സിനിമ ആലോചിച്ചപ്പോൾ ലിജിൻ പറഞ്ഞു ഈ സോങ്ങും കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഒരു സെഗ്മെൻറ്റ് ഉണ്ടാക്കുക എന്നാണ് തിരക്കഥാകൃത്തിനോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ അർച്ചന അത് ചെയ്തു എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. പിന്നെ അത് ബാക്കി നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അത് ഒരുവിധം ആ സെഗ്മെൻറ്റ് കുറച്ച് വൈറലായിട്ടുണ്ടായി ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ആഹ്ലാദത്തിൻ രവങ്ങൾ കൊഴിഞ്ഞു, ആനന്ദത്തിൻ ദിനങ്ങൾ കഴിഞ്ഞു. അതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള സിനിമകളെ കുറിച്ച് അതിലെ സോങ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. രശ്മി പാടിയത്. അതെ, രശ്മി പാടിയത്. முதுகு கூடை கற்கவில்லை ஆண்டவா, மனசு மட்டும் கணக்குதே ஆண்டவா. അത് കമ്പോസിംഗ് ആയിരുന്നു ചെയ്തത്, രശ്മി പാടി. ലിറിക്സ് അല്ലി ഫാത്തിമ എന്ന് പറയുന്നൊരു തമിഴ് നോവലിസ്റ്റാണ് അത് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അതും എൻ്റെ സുഹൃത്താണ് സുനിൽ മാലൂര്. അദ്ദേഹം കവിയാണ് കേട്ടോ, അറിയപ്പെടുന്ന കവിയാണ്. അപ്പോൾ സുനിൽ ഇങ്ങനെ ഒരു സിനിമ ആലോചിക്കുന്ന സമയത്ത് ഞാനുണ്ട്. ഈ സിനിമയെ ബന്ധപ്പെട്ടല്ല, ഞാനുള്ള സമയത്താണ് ഞങ്ങളൊക്കെ ഇരുന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞത് മസ്റ്റായിട്ടും നീ ഒരു പാട്ട് അതിൽ ചെയ്യണം. എന്നോട് പറഞ്ഞത് പാട്ട് എഴുതി മ്യൂസിക് ചെയ്യണം എന്ന് പറഞ്ഞു, പാടാനും പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ലൊക്കേഷനിൽ പോയി സ്ഥലങ്ങൾ കണ്ടു, ആളുകളെ കണ്ടു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആ പ്രദേശത്തൊരു എന്തെങ്കിലും കൈൻഡ് ഓഫ് മ്യൂസിക് ഉണ്ടാവുമല്ലോ ആളുകളുടെ ഇടയിൽ. ഏറ്റവും താഴ്ന്ന സ്ഥലത്ത് നമ്മളെന്തെങ്കിലും കേൾക്കാൻ പറ്റിയ മ്യൂസിക് ഉണ്ടാകും. നിങ്ങൾ അന്വേഷിച്ച് അങ്ങനെ ടേപ്പൊക്കെ ഇട്ട് പോയി കുറച്ചൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ അവൻ തന്ന റെഫറൻസ് അതൊന്നുമല്ല ഇതിന് വേണ്ടത് എന്നുള്ളൊരു ഐഡിയ വന്നു. അതിനിടയിൽ ഈ അല്ലി ഫാത്തിമ എന്ന് പറഞ്ഞ നോവലിസ്റ്റിനെ ഞങ്ങൾ നേരിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് കാണുന്നു. അപ്പോൾ അവിടെ നിന്നൊരു സ്പാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സംസാരിക്കുന്ന ഭാഷ ഈ തമിഴ് മലയാളം ഇടകലർത്തി. കാരണം അവരവിടെ ജനിച്ചു വളർന്നിട്ട് അവിടെ നിന്ന്. അപ്പോൾ ഈ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കറക്റ്റായിട്ട് അറിയാവുന്ന ആളാണ്. ശരിക്കും അതിലെ കഥാപാത്രം പോലത്തെ ഒരാളാണ്. അപ്പോൾ എനിക്ക് അവരുടെ സംസാരം ഇങ്ങനെ കേൾക്കുന്നത്, ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിങ്ങനെ കേൾക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ആ ഭാഷയും അവരുടെ അതിലുള്ള ആ തമിഴും ഇതും കലർന്ന സംസാര രീതി, അതിൽ വാക്കുകൾ ഇങ്ങനെ അടക്കി വെക്കണ ഒരു സ്റ്റൈൽ മലയാളത്തിൽ അങ്ങനെ പറ്റില്ല. അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ വേറൊരു ചിന്ത വന്നു. ഞാൻ 2-3 ദിവസം വീട്ടിൽ പോയിരുന്നത് ഇത് കേട്ടപ്പോൾ ഞാനിനി ലിറിക്സ് എഴുതുന്നില്ല, അവരോട് തന്നെ നമുക്ക് സംവിധാനം കൊണ്ട് പറയിപ്പിച്ച് ലിറിക്സ് എഴുതി. ലിറിക്സ് ഒരു പുസ്തകത്തിൻ്റെ 2 പേജ് മുഴുവൻ ലിറിക്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയത് ഒരു പല്ലവി ഉണ്ടാക്കി, ഒരു അനുപല്ലവി ഉണ്ടാക്കി, ഒരു സാധനമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്താണത്. അത് പാമ്പെന്നു മെതിക്കവാ, പഴുതെന്ന് താണ്ടവാ, ஏனிந்த சோதனை ஆண்டவா, எங்க കണ്ണീർ വത്തുമോ ആണ്ടവാ. അതൊരു വേറെ മൂഡിൽ പോണ സോങ്ങാണത്. അപ്പോൾ ഞാനപ്പോൾ ഇയാൾ എന്നോട് ഇത് പാടണമെന്ന് അയാൾ ചില ചുരുക്കുന്നതിൻ്റെ ഭാഗമുണ്ട്. പാട്ട് എഴുത്തിൽ നിന്ന് ഞാൻ മാറി മ്യൂസിക് ചെയ്ത് പാടണ. ഞാൻ പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. കാരണം നമ്മൾ അതിലൊരു ഇങ്ങനെ 2-3 സ്റ്റെപ്പായിട്ടാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു താരാട്ട്, പിന്നൊരു ദയനീയത, അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു സ്ട്രഗിള്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോരാട്ടത്തിൻ്റെ ഒരു 3 സെഗ്മെൻ്റാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അതിലൊരു താരാട്ടും ഒരു പ്രതിരോധമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് രശ്മിനെ എനിക്ക് ഓർമ്മ വന്നു. ആ ഒരു വേർഷൻ അങ്ങനെ.
പിന്നെ എനിക്ക് വേറെ വോയിസ് ആലോചിക്കേണ്ട ആവശ്യം തന്നെ വന്നില്ല. ഞാനങ്ങനെ രശ്മിനെ കൊണ്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്തു ആളെ പൊക്കിക്കൊണ്ടു. സത്യത്തിൽ വേറെ ആരും ആലോചിച്ചിട്ടില്ല. ആ വോയിസ് അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള ഒരു അതായിരുന്നു എനിക്ക് കണക്ക്. പാടിക്കുക എന്നുള്ളതിനേക്കാളും ആ വോയിസ് എനിക്ക് വല്ലാണ്ട് ഇങ്ങനെ കറക്റ്റാണ്, ആപ്റ്റാണെന്ന് തോന്നി ആ പാട്ടിന്. പാമ്പന്ന് മെതിക്കവാ പഴുതണ്ണ് താണ്ടവാ ಏನಿಂದ ಸೋದನೆಯಾಂಡವಾ ಎಂಗ ಕಣ್ಣೀರ್ വത്തുമോ ആണ്ടവാ. വേറെ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അറിയാം? വേറെ ഞാൻ ചെയ്ത സിനിമ ഇതുവരെ പുറത്തൊന്നും നിന്നിട്ട് വരാത്ത സിനിമകളാണുള്ളത്. ഇതും മറ്റൊരു കൂട്ടുകാരനാണ്. എറണാകുളത്ത് കാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്, സെൻറ്റർ ഫോർ കണ്ടംപററി ആർട്ട് എന്ന് പറഞ്ഞിട്ട്. നാടകമാണ് മെയിനായിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ കുറേ കലാകാരന്മാരുടെ ഒരുമിച്ചുള്ള ഒരു സംഘടനയാണ്. അവിടെ വെച്ചിട്ട് ഒരു നസീം വിശ്വാസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സുഹൃത്തുണ്ട്. നല്ല ആക്ടറാണ്, കുറച്ചിങ്ങനെ നാടകങ്ങളിലൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആളുടെ ഒരു സിനിമ, ആദ്യത്തെ സിനിമ എന്താ 144 ചതുരശ്ര അടി, അങ്ങനെ ഒരു ഒറ്റയാൾ സിനിമയാണ്. ഒരാളേ ഉള്ളൂ ആ സിനിമയിൽ. എന്നിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ ലോക്ക്ഡൗണിൻ്റെ കാലത്തുള്ളൊരു സംഭവത്തെ ആസ്പദമാക്കിയാണ്. അതിലെ ഒരു പാട്ട് അതും ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതല്ല. ആക്ച്വലി കൊറോണ സമയത്ത് അത് കഴിഞ്ഞിട്ട് ആ പെർഫോമൻസ് നടത്താമെന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നായിരുന്നു. കുറേ കാലത്തിന് ശേഷം ആരും പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിന്ന് പിന്നെ മ്യൂസിക് പെർഫോമൻസ് നടത്താം, നമുക്ക് ഇത്ര 1.5 മീറ്റർ അടി അകലത്തിൽ കളം തിരിച്ചിട്ടൊക്കെ നടത്തണമെന്നൊക്കെ അങ്ങനെ ഒരു ഇത് പറഞ്ഞില്ല. ആ സമയത്ത് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടി എൻ്റെ അന്ന് ജോഷ്ട്രി എന്ന് പറഞ്ഞ എൻ്റെ ബാൻഡിനോട് അവരൊരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനൊരു പാടിയ പാട്ട് ഇവൻ കേട്ടിട്ട് എന്നോട് പറഞ്ഞു ഈ പാട്ട് എനിക്ക് വേണം. അങ്ങനെയാണ് ആ സിനിമയിൽ ആ പാട്ട് കൊടുക്കുന്നത്. അത് ആക്ച്വലി അതിൻ്റെ വീഡിയോ ഔട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ പടം എടുക്കാൻ ആളില്ല. പുതിയ സംവിധായകരെന്ന് ആരും പ്രോത്സാഹിപ്പിക്കാറില്ല, കിട്ടാറില്ല. കഥ നല്ലതാണെങ്കിലും ഇത് നല്ലതാണെങ്കിലും. അതുകൊണ്ട് അതങ്ങനെ ഇരിക്കുന്നു. OTT-ലൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് ഇതൊരു സങ്കടം മറിച്ചിലാണ്. അല്ല, അത് ശരിയാണ്. ഒരു റെവല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പലപ്പോഴും പിന്നെ ഒരു പാവുമ്പ പറഞ്ഞിട്ടൊരു സാധനം പാട്ടുണ്ട്. പാമ്പയും അധികം ആളുകളൊന്നും കേട്ടിട്ടില്ല. വളരെ യൂട്യൂബിലുണ്ട്, സ്പോട്ടിഫൈയിലുണ്ട്, യൂട്യൂബിലുണ്ട്. പാമ്പ് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ സെൻറ്റർ ഫോർ കണ്ടംപററി ആർട്ട് എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടായതാണ് ആ പാട്ട്. സെൻറ്റർ ഫോർ കണ്ടംപററി ആർട്ടിൽ ഒരുപാട് കലാകാരന്മാർ ഇങ്ങനെ അവിടെ ഒരുമിച്ച് കൂടി 200ഓളം കലാകാരന്മാരുണ്ട് അവിടുത്തെ അംഗസംഖ്യ. അതിൽ ഭൂരിപക്ഷം പേരും ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ സിനിമയിലുണ്ട്. അന്ന് ഇങ്ങനെ സിനിമാ മോഹികളായിട്ട് ഇങ്ങനെ സിനിമയുടെ പിന്നാമ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണ കുറേ ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരേ ഒരു താല്പര്യം എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റുക. ക്യാമറമാന്മാർ, ഡയറക്ടേഴ്സ്, തിരക്കഥാകൃത്തുകൾ, നടന്മാർ, ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പം ഞാനിവരെല്ലാം ഇങ്ങനെ വാച്ച് ചെയ്യും ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ. ഇവരെപ്പോഴും ഇങ്ങനെ സംസാരിക്കണതും ഇതെല്ലാം ഇങ്ങനെ ഇന്ന് ഇവിടെ പോയിരുന്നു, ആളെ കണ്ടു, ആൾ മൊടയാണ്, പക്ഷെ എന്നാലും ഞാൻ സംസാരിക്കാൻ അടുത്ത പ്രാവശ്യം ഞാൻ കാണാമെന്ന് അങ്ങനെ എനിക്കൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട് സംസാരിക്കാനായിട്ട്. കഥ പറയാൻ സമയം കിട്ടിയിട്ടുണ്ട്. പിന്നെ അഭിനയത്തിന് മറ്റേ എന്താണ് വിളിക്കൂലേ ആൾക്കാർ, ഓഡിഷൻ, കാസ്റ്റിംഗ് കോൾ അല്ലേ, കാസ്റ്റിംഗ് കോളിനൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടെ വന്ന് 2 ദിവസം 3 ദിവസം ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നിട്ട് 3-ാമത്തെ ദിവസം സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കാണാറുണ്ട്. അത് പോയി എന്നൊക്കെ പറയും. അപ്പോൾ ഇതെനിക്ക് വല്ലാണ്ട് ഇത് ചെയ്തപ്പോൾ ആക്ച്വലി അവിടെ ഒരു കൊല്ലത്തുകാരൻ പാവുമ്പായി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള അരുൺ ശങ്കർ പാവുമ്പ അവിടെ ഉണ്ട്. ഇപ്പോൾ ആൾ നടനാണ് കേട്ടോ. നല്ല കുറേ സിനിമകളൊക്കെ തെക്കൻ തല്ല് കേസിലൊക്കെ കുഞ്ഞിപ്പക്കി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ പുള്ളീനെ ഞാൻ പാവുമ്പ എന്നാണ് ആളെ വിളിക്കണത്. ആൾ ഡ്രാമയിൽ ഡോക്ടറേറ്റൊക്കെ PhD ഒക്കെ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇവരുടെയൊക്കെ സ്ട്രഗിൾ ഇങ്ങനെ കാണുമ്പോഴേ അങ്ങനെയാണ് പാവുമ്പ. അപ്പോൾ ഇവർ പാവുമ്പയുടെ ബർത്ത്ഡേക്ക് പാവുമ്പേനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു 2-3 വരി എഴുതി ഒന്ന് പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ പിടിച്ച് അതൊരു പാട്ടായതാണ്. അപ്പോൾ പിന്നെ എല്ലാ പാവുമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു ദിവസം വെള്ളി വെളിച്ചത്തിൽ വരും, ഇന്ന് ലൈംലൈറ്റിൽ എത്തും എന്ന് വിചാരിക്കണ കുറേ ആളുകളുണ്ടല്ലോ. അവരുടെ സംഖ്യ നമ്മൾ വിചാരിക്കണ പോലെയല്ല.
നമ്മൾ വിചാരിക്കണതിൻ്റെ ഒരു ഇപ്പം നമ്മുടെ അടുത്തുള്ള ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് 19 പേര് അങ്ങനെയല്ല, അതിൻ്റെ ഒരു 5 ഇരട്ടി ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരാൻ പോലും മടിക്കണില്ലെങ്കിലും മനോരാജ്യം കാണുന്നുണ്ട് ആൾക്കാർ. എന്നാ ഞാൻ നാളെ ഇറങ്ങാന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് ഇതിൽ. അന്ന് പട്ടിണിക്കോലമായിരുന്നോ? അന്ന് അവിടെ അത് പട്ടിണി പരുവമാണ്, പട്ടിണി കോലം എന്നല്ല, പട്ടിണി പരുവം. അത് ശരിയായിരുന്നു. ഓൾമോസ്റ്റ് അവിടെയുള്ള ആളുകളൊക്കെ ആക്ച്വലി പാവുമ്പോൾ പട്ടിണി പരുവായിരുന്നില്ല. പാവുമ്പോക്ക് വീട്ടിൽ നിന്ന് പൈസ കിട്ടുമായിരുന്നു ഇടയ്ക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി വേറെ കുറേ ആൾക്കാർ അവിടെ പട്ടിണിയും പരുവട്ടമൊക്കെ ഇട്ടുണ്ടായിരുന്നു. സിനിമയിൽ അത് വാസന്തിയിൽ ഞാൻ ഒരു ചെറിയ അത് അങ്ങനെ പറയാൻ പറ്റില്ല. അത് അവർ എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാരൻ്റെ ഒരു പാട്ട് ചെയ്തപ്പോൾ പ്രിയപ്പെട്ട പക്ഷി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ എഡിറ്ററായിരുന്നു ഷിനോസ്. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ അവർ അങ്ങനെ ആ പരിചയത്തിൽ അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഗിറ്റാറൊക്കെ വായിച്ച് പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വാസന്തി ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് വന്ന് ഒരു ചെറിയൊരു അപ്പിയറൻസ്, ഒരു സന്തോഷത്തിന് വേണ്ടി, വേറെ ഒന്നിനും. അപ്പോൾ കൊല്ലംകോട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു. ചെന്നു ഒരു ചെറിയ സീനിൽ അഭിനയിച്ച് ഒരു പാട്ടും പാടി. ആ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ അനുഭവം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് അഭിനയത്തിനോട് നമുക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അതേതായിരുന്നു ആ പാട്ട്? അത് വെണ്ണ തോൽക്കും ഉടലോടെ എന്ന് പറഞ്ഞ പഴയ അതിൻ്റെ ഒരു പുനരാവിഷ്കരണം, ഗിറ്റാർ മാത്രം വെച്ചിട്ടൊരു പാട്ട്. അതിന് അതിൻ്റെ കോപ്പിറൈറ്റ് 2 ലക്ഷം രൂപ മേടിച്ചു. ഇതെന്താ? ഗിറ്റാറാ? എന്തെങ്കിലും വായിക്കൂ? ഓർക്കുമ്പോ ഇപ്പൊ പിന്നെ ഓർക്കുമ്പോ കഥ ഓർമ്മ. പുള്ളിക്കാരൻ ചവിട്ടിലുണ്ടായിരുന്നു. അസലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ. എങ്കിലും നമുക്ക് ഗോഡ് ഫാദേഴ്സ് ഒന്നുമില്ല, നമുക്ക് സംസാരിക്കാനാറില്ല, പിന്നെ നമ്മൾ ഇടിച്ചു കയറാനറിയില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പം ഇതെല്ലാം സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കൾ നമ്മളിങ്ങനെ ഈ ഗിറ്റാർ കൊട്ടി പാടുന്ന കേട്ട് അവർക്ക് തോന്നിയിട്ടുള്ള വിഷയത്തിൽ നിന്നാണ് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായത്. ഒന്നും ഞാൻ ആരോടും പോയി ചോദിച്ചിട്ടില്ല. എനിക്ക് അതിനൊരു വല്ലാത്ത പ്രശ്നമുണ്ട്. അല്ല അത് ആ ഒരു പ്രശ്നം കാരണം തന്നെയാണ് ഇങ്ങനെ നിൽക്കണത്. ആരോട് ശരിക്കും നമ്മൾ അപ്പിയർ ചെയ്യാനോട് ഐഡന്റിറ്റി ഉണ്ട്, സോങ്ങിന് ഐഡന്റിറ്റി ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അതൊരു ബാധ്യതയാണ്. ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ലിറിക്സ് എഴുതണമുണ്ട്, മ്യൂസിക് ചെയ്യുമ്പോൾ ലിറിക്സോടുകൂടി മ്യൂസിക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ലിറിക്സ് മലയാളത്തിലെ പാട്ടുകളിലെ ലിറിക്സ് വരുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിമർശനാത്മകമായൊരു സമീപനം എനിക്ക് വരുന്നുണ്ട്. പക്ഷെ ഞാനത് പറയാൻ മടിക്കണേണ്. അതിൻ്റെ കാരണം അത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുറച്ചും കൂടി ലിറിക്സിനെയൊക്കെ സീരിയസ് ആണ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ തിരക്കഥ, പ്ലോട്ടുകൾ ഇതൊക്കെ വൻ ഗംഭീരമാണ്. ഇപ്പം നിലവിലിപ്പോൾ ഉള്ള ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും വേണമെന്നില്ല. പുതിയതായിട്ട് ഓരോ ആളുകൾ കയറി വന്നിട്ട് കഥാരംഗത്തും തിരക്കഥ ഉണ്ടാക്കണേലും സ്ക്രിപ്റ്റൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്യണം. പക്ഷെ അവരൊന്നും ഈ മ്യൂസിക്കിന് ഇമ്പോർട്ടൻ്റ്, ലിറിക്സിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്തുമായിക്കോട്ടെ, ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റിന് വേണ്ടിയുള്ള ഒരു സാധനമായിരിക്കും. സിനിമകളിൽ ഇപ്പം അങ്ങനെയല്ല, ഫുൾ മ്യൂസിക്കൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്നാലും അത് മ്യൂസീഷ്യൻ നോക്കിക്കോളും എന്നുള്ളതാണ്. ഡയറക്ടർക്ക് പോലും ലിറിക്സിൻ്റെ അർത്ഥം അറിയണമെന്നില്ല. അവരാരും ശ്രദ്ധിക്കാറില്ല. അതൊരു നല്ല പ്രവണതയല്ല എന്നാണ് എനിക്ക് പറയുന്നത്. ശരിക്കും ലിറിക്സിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പഴയ പാട്ടുകളൊക്കെ കാണുന്നത്, സത്യൻ്റെയും നസീറിൻ്റെയും പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് നമ്മളെ സിനിമയൊന്നും കണ്ടിട്ടല്ല. നമ്മുടെ മനസ്സിലൊരു വിഷ്വൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പാട്ട് ചിലപ്പോൾ പാട്ട് രംഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഇയാൾ ഇങ്ങനെ അഭിനയിച്ച് ചെയ്യണതാണ് നമ്മൾ കണ്ടതെന്ന് നമുക്ക് തോന്നും. അത് അന്നേരത്തെ മേക്കിങ്ങിൻ്റെ അത്രയും നടക്കുള്ളായിരുന്നു. അല്ല ഞാൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ചെയ്യുമ്പോൾ ആദ്യം ലിറിക്സാണ് എഴുതുന്നത്. ലിറിക്സ് 2-4 വരിയെങ്കിലും എഴുതിയിട്ട് അതിൽ നിന്ന് മ്യൂസിക്കിലേക്ക് കയറലാണ്. അത് അങ്ങനെയാണ് ചെയ്തു വരുന്നത്. മ്യൂസിക് ഉണ്ടാക്കിയിട്ട് ലിറിക്സ് ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ പുതിയ സിനിമകളും പുതിയ സോങ്സും ഒക്കെ വരാനുള്ള പുതിയ സോങ്സ് വരാനുണ്ട്. പുതിയ സോങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ ആക്ച്വലി ഒരു 4 സോങ്സ് യൂട്യൂബിലുണ്ട്, ഓൺ സോങ്സ് എന്ന് പറയാനായിട്ട്. പിന്നെ സിനിമയിലൊക്കെ ഇപ്പോൾ സിനിമയിൽ ഇറങ്ങിയിരിക്കുന്ന പാട്ടുകൾ 1-2 പാട്ടുകൾ.
പിന്നെ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് സോങ്സ് ഉണ്ട്. അത് ആക്ച്വലി ഇപ്പോഴും തുടങ്ങിയല്ലോ, ഇപ്പോൾ പറഞ്ഞ 3-4-5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, ആരും നമ്മൾ ശല്യപ്പെടുത്താനില്ല. ഒരു ലിറിക്സ് എഴുതി അത് തിരുത്തി അതിൻ്റെ മ്യൂസിക് എഴുതി മ്യൂസിക് തിരുത്തി അങ്ങനെ ഗിറ്റാറിൽ വായിച്ച് കൂട്ടുകാരുടെ ഇടയിൽ അങ്ങനെ വായിച്ചാണ് ഒരു പാട്ട് ഉണ്ടായി തന്നെയാണ്. കുറേ കഴിയുമ്പോൾ ഒരു പാട്ടാവും അത്. അങ്ങനെയാണ് ഇത് ചെയ്യണം. എന്നിട്ടാണ് പിന്നെ അതിൻ്റെ ഇതൊക്കെ എഴുതി ബ്ലൂ പ്രിൻറ്റും എല്ലാ സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ച് എപ്പോഴെങ്കിലും പൈസ ഉള്ളപ്പോൾ റെക്കോർഡ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു മൊത്തത്തിലൊരു 10-12 സോങ് ഉണ്ട്. അതിലൊരു 4-5 എണ്ണമെങ്കിലും അടുത്ത വർഷം തുടങ്ങി ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് സമയം കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ. അപ്പോൾ അത് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ആഗ്രഹം. അല്ലെങ്കിൽ അത് എൻ്റെ തലയിൽ മാത്രമുള്ളതാണ് അതിൻ്റെ ലിറിക്സ് മ്യൂസിക്കൊക്കെ. കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നാലും ഫുള്ളായിട്ട് നമ്മളത് ചെയ്യുമ്പോഴല്ല അത് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി അതിൻ്റെ ബാധ്യത തലേന്ന് ഒഴിക്കണം എന്നുണ്ട്. അതെ അതെ. പിന്നെ പുതിയൊരു സോങ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചിക്കാർക്ക് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമുണ്ട്. അതായത് ഈ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ ബാലൻസായിട്ട് അവിടെ കുറേ ജീവിത രീതികളും ശൈലികളും ലത്തീൻ കാത്തലിക്സിൻ്റെയും ഒരു സാധനമാണ്. അപ്പോൾ കുറേ ഭാഷകൾ, വാക്കുകൾ, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതൊക്കെ അവിടെ കുറച്ചുള്ള ആൾക്കാരെ ഉപയോഗിക്കുന്നത്. പീലാസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഫാദർ എന്ന് പറയില്ലേ, ഗോഡ് ഫാദർ ഗോഡ്സൺ എന്ന് പറയില്ലേ, ആ ഗോഡ്സണിനെ വിളിക്കുന്ന ഒരു പേരാണ് പീലാസ്. അത് വേറൊരു ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അങ്ങനത്തെ കുറേ സാധനം അതൊക്കെ ചേർത്തിട്ടൊരു അങ്ങനെ കുറച്ച് പോർച്ചുഗീസ് മിക്സ് ഉള്ളൊരു ഭാഷ എഴുതിയിട്ട് അതിലൊരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് നേരത്തെ. പക്ഷെ അതിന് മുന്നേ ചെയ്ത പാട്ടുകൾ ഇരിക്കുന്നതുകൊണ്ട് ഈ പാട്ടോടെ ഭരണത്ത് വെച്ചേക്കണം, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചോളെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഒരു ജനുവരി തുടങ്ങി ചിലപ്പോൾ ഒരു സിനിമയുടെ ഒരു ഓഫറൊന്നുമില്ല, അതും സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്, പറയാറായിട്ടില്ല. അപ്പോൾ അതിലൊരു പാട്ടുണ്ട്, പിന്നെ ഒരു കുറച്ച് ഇൻസ്ട്രുമെൻ്റുകളുണ്ട്. പിന്നെ ആ സിനിമയുടെ തന്നെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഡിസൈനിങ്ങും ഞാൻ തന്നെയാണ് ചെയ്യണം. കുറേ ലൈവ് മ്യൂസിക് വേർഷൻസ് അതിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്യുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം നമുക്ക് ആ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകാമല്ലോ. അങ്ങനെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാം ഗംഭീരമായി വരട്ടെ. ചെയ്തു വെച്ചതും അതൊക്കെ മൂവ് ചെയ്തിട്ട് പുതിയത് വരാനുള്ള സ്പേസ് ഉണ്ടാവട്ടെ. കൂടുതൽ എക്സ്പോഷർ കിട്ടാനുള്ള ഒരു കാര്യം പറയട്ടെ. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഒരു ജോഷ്ട്രി എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ട് എനിക്ക്. അത് മലയാളം റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിലാണ് സോങ്സ് എല്ലാം ചെയ്യുന്നത്. ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വേറെ ആരും ഇല്ല ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ഞാൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സന്ദർഭം യൂസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാൻഡ് ചെയ്യണത് മലയാളത്തിലാണ് സോങ്സ് എങ്കിലും റെഗെ, ബ്ലൂസ്, അങ്ങനെ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആപ്ലിക്കേഷനാണ് അതിൽ കൊടുക്കുന്നത്. ജോൺസ് അങ്ങനത്തെയാണ് അത്. ഇപ്പോൾ ചെറുതായിട്ട് അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ചെയ്തു വരികയാണ്. അപ്പോൾ യൂട്യൂബിൽ ജോഷ്ട്രി ബാൻഡിൻ്റെ കീഴിൽ ഈ പാട്ടുകളൊക്കെ, കുറച്ച് പാട്ടുകൾ 3-4 പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണണം എല്ലാവരും. യെസ്. ജോഷ്ട്രി എന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയൊരു മരത്തിൻ്റെ തണലിൽ, മരത്തിൻ്റെ തണലിൽ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ വിഭാവനം ചെയ്തിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ 2025 അതിൻ്റെ വർഷമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ ഹാവിങ് മീ.